അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി എന്താണ് നമ്മുടെ വീഡിയോയിൽ അടുത്തത് എന്ന് പറഞ്ഞാൽ ഫ്ലോറിങ്ങിൻ്റെ കാര്യമായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലോറിങ് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ആ ഫ്ലോറിങ്ങിൻ്റെ ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഇനി കുറച്ച് വൈറ്റ് വാഷ് കാര്യങ്ങൾ എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമ്മൾ തന്നെ ചെയ്യുന്നത്. അതിന് മുന്നേ നമ്മൾ ഫ്ലോറിങ് ചെയ്യേണ്ട കാര്യം ഒരു അത്യാവശ്യമായി വന്നതുകൊണ്ടും പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ടും നമ്മൾ പെട്ടെന്ന് ഫ്ലോറിങ് ചെയ്താണെന്ന് മാത്രം. അതല്ലാതെ ഇനിയിപ്പോൾ ഈ വാളിലൊക്കെ നമുക്കൊന്ന് വൈറ്റ് വാഷ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലോറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതാണ് നമ്മൾ സിറ്റ് ഔട്ടിലെ ഫ്ലോറിങ് ഫസ്റ്റ് വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു വുഡ് ഫ്ലോറിംഗ് ആണ് ഒന്നായിട്ട് കൊടുക്കുന്നതെന്ന്. ഇത് നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു വുഡിൻ്റെ പോലെ തന്നെ കാണും. ഇത് വുഡല്ല ടൈലാണ് എന്നുള്ളത് നിങ്ങൾക്കറിയുന്നത് തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ ഇവിടെ ഈ കാണുന്നത് നമ്മൾ ആദ്യം സിമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ വെള്ളം നനയാത്ത ഭാഗമായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നേരെ 2 കോട്ട് സിമെൻറ്റ് പ്രൈമർ തന്നെ അടിച്ചാൽ മതി. അത്യാവശ്യം നനയും എന്നുള്ള ഭാഗത്ത് മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് സിമെൻറ്റ് കൊണ്ട് ചെയ്യേണ്ടത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടാകും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മളെ ഫ്ലോറിങ്, അപ്പോൾ ഫ്ലോറിങ്ങിൻ്റെ കാര്യത്തിലത് ഇങ്ങനെയാണ് നമ്മളെ ഫ്ലോറിങ് വന്നിട്ടുള്ളത്. പക്ക നല്ല വുഡൻ ഫിനിഷിങ്ങിൽ നമ്മളിതിൽ സ്പേസർ ഇപ്പോൾ ഇത് ഇട്ടിട്ടുള്ളത് 2x4 ടൈലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ സ്പേസറിൻ്റെ ഗ്യാപ്പ് കാണുന്നുണ്ടോ? കാണില്ല. കാരണം അതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും നേരെ ബ്ലാക്ക് സ്പേസർ കൊണ്ടിട്ടിട്ട് അതിൽ ബ്ലാക്ക് അപ്പോക്സി വെച്ചിട്ടാണ് അത് ഫില്ല് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കേസിൽ നമ്മൾ അങ്ങനെ അത് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അപ്പോക്സിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബഡ്ജറ്റ് അതിമേ കളഞ്ഞിട്ടില്ല. കാരണം അത്രയും ക്യാഷ് ഒരു അപ്പോക്സി നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും. 1 ലിറ്ററിനൊക്കെ ഏകദേശം ഒരു 1000 സംതിങ് അതിൽ കൂടുതലൊക്കെയാണ് വരുന്നത്. പക്ഷേ അത് നമ്മൾ അത് നമ്മൾ ബാത്റൂമിൽ മാത്രം നമുക്കത് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇതിലിങ്ങനെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ എവിടെയും ഒരു അപ്പോക്സി ഫില്ല് ചെയ്തതോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പോ കാണുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം എന്താണ്, അത് എങ്ങനെ ചെയ്തു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ 2x4 ടൈൽ ഇങ്ങനെ ഇടുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നത് മൊത്തം നമ്മൾ ജോയിൻ്റ് ചെയ്തിടും. നമ്മൾ ഇങ്ങനെ വരുന്ന ഒറ്റ ലൈനിൽ എന്തുകൊണ്ടാണ് നമ്മൾ അതിൽ സ്പേസർ വെച്ച് അപ്പോക്സി വെച്ച് ഫില്ല് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2x4 ടൈൽ അധികം സെൻറ്റർ ഭാഗത്ത് എത്തുമ്പോൾ ബെൻഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ടൈൽ ഒപ്പം വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തടയാൻ ഒരു ഭാഗം പൊന്തിയിട്ടോ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതിന് പകരമാണ് നമ്മൾ ഈ സ്പേസർ ഇട്ടിട്ട് അതിൽ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോക്സി കാര്യങ്ങളൊന്നും ഇടാതെ ജസ്റ്റ് നമ്മുടെ ഗ്രൗട്ട് സിമെൻറ്റ് കലക്കി നേരെ അതിൻ്റെ ഉള്ളിലോട്ട് ഫില്ല് ചെയ്തു. അത്ര ഇതിൽ ചെയ്തിട്ടുള്ളൂ. അത്രയും അതിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു കളറിന് ഈ ടൈലിനോട് അതേ മാച്ചുള്ളൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ ആ സിമെൻറ്റിൽ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ പണ്ടത്തെ കാവി കാര്യങ്ങളൊക്കെ കിട്ടും, അത് മിക്സ് ചെയ്തിട്ട് അതിലിട്ട് കൊടുത്തതിന് ശേഷം ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്യാപ്പ് കാണില്ല. ഇപ്പം ഞാനീ പറഞ്ഞത് വുഡ് ആൻഡ് ടൈലിൻ്റെ കേസാണെങ്കിൽ നമുക്ക് ഈ ഒരു കറക്റ്റ് രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. മറ്റേതാണെന്നുണ്ടെങ്കിൽ കിട്ടാനില്ല. നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്താൽ നല്ല രീതിയിൽ കിട്ടും. പിന്നെ അതിന് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സ്കേർട്ടിങ്ങൊക്കെ നമ്മൾ വൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ടൈൽ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ ചുമര് വൈറ്റായി വരുമ്പോൾ അതായിരിക്കും ഒന്നും കൂടി ഒരു സ്പേസ് കൂടുതലുള്ള പോലെ തോന്നുക. അപ്പോൾ ഇത് ഈ റൂമിൻ്റെ ഇവിടെ ചെയ്തത്. പിന്നെ ഇതുപോലെ നമ്മളെല്ലാ റൂമിലും ഫുള്ളായിട്ട് അതാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ റൂമിലൊന്നും നിങ്ങൾക്ക് നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ ഒരിക്കലും ഇവിടെ ഒരു ഗ്യാപ്പ് ഉള്ളതോ അല്ലെങ്കിൽ നമ്മൾ ഓരോ ടൈല് വിട്ടിട്ടാണ് വെച്ചിട്ട് എന്നുള്ളത് പോലും നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. കാരണം നമ്മൾ ആ വരുന്ന ഗ്യാപ്പിലൊക്കെ നമ്മൾ സിമെൻറ്റ് മാത്രം ഫില്ല് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒറ്റ നോട്ടിൽ നമ്മൾ ഒരു വുഡ് വെച്ച പോലെ തന്നെയാണ് നമുക്ക് ഒറ്റ നോട്ടിൽ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇനി ഇവിടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിലിട്ട് കാണിക്കാം. അപ്പോൾ ടൈലിൻ്റെ കാര്യങ്ങളാണ് ഇതിലിപ്പോൾ കാണിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് ടൈലിൻ്റെത് എല്ലാവരും വീട്ടിലും ടൈലിടും, എന്നാലും ഇതൊന്നും കൂടി കാണിക്കാൻ കാരണം ഇതിന് നമുക്ക് അപ്പോക്സിക്ക് വേണ്ടിയിട്ട് വെറുതെ ചുമ്മാ ക്യാഷ് ചിലവാക്കേണ്ട ഒരാവശ്യമില്ല. അത് നമുക്കിതുപോലെ നേരെ ഞാൻ പറഞ്ഞ പോലെ ക്ലിയർ ചെയ്തിട്ടാൽ മതി. പിന്നെ വരുന്നത് ബാത്റൂമിൻ്റെ കേസിലും നമ്മൾ വുഡ് ആൻഡ് ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ വാള് മൊത്തം വൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസ് കാര്യങ്ങൾ ഒരു ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ഡാർക്ക് ഫീൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മളിവിടുത്തെ ഈ ഒരു ഭാഗം അത്യാവശ്യം കുറച്ച് വലിയതാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഭാഗത്ത് നമ്മൾ എക്സോസ്റ്റ് ഫാനും കാര്യങ്ങളും വെക്കും.
അത്യാവശ്യം വെളിച്ചം കാര്യം കിട്ടാൻ വേണ്ടി. പിന്നെ ഇത് ഞാൻ 2 സ്റ്റെപ്പ് ആക്കിയിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ ടോയ്ലറ്റ്, ഇവിടെ ഒരു ചെറിയൊരു വാഷ് ബേസിനും വരും. ഈ ഭാഗത്താണ് നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 സ്റ്റെപ്പ് ആക്കിയത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പൊതുവേ വിധം ബാത്റൂമിലൊക്കെ വെള്ളം കെട്ടി നിന്നിട്ട് വെള്ളം വരുന്നൊരു സീന് നന്നായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സീന് ഒന്നും കൂടി കുറച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡ് മാത്രം നമ്മളെ വെറ്റ് ഏരിയയും ഒരു ഭാഗം ഡ്രൈ ഏരിയയും ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഭാഗത്താണ് നമ്മൾ ഷവർ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം ചാടും ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ വെള്ളം പോകാനുള്ള ആ ഒരു സംഭവം കാണില്ല. പക്ഷേ ഇങ്ങനെ ഇതിൽ വെള്ളം നിൽക്കുമോ? അത് കിട്ടില്ല. കാരണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇവിടെ ആ വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള അത് വെക്കുമ്പോൾ അത്യാവശ്യം അതിന് നല്ല റേറ്റാണ് വരും, സ്റ്റീലിൻ്റെതാണെങ്കിലും എന്താണെങ്കിലും ഒക്കെ. അപ്പോൾ നമ്മൾ അതിന് പകരം നമ്മുടെ പണ്ടൊക്കെ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്ന പോലെ ഒരു ചെറിയ ഓവാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് കണ്ട ഒരു ചെറിയത്. അപ്പോൾ നമ്മൾ ഈ 2 സൈഡിൽ നിന്നും ഇങ്ങോട്ട് സ്ലോപ്പാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയ സ്ലോപ്പുള്ളതുകൊണ്ട് ഈ വെള്ളം വീഴുന്നത് മൊത്തം ഇത് നേരെ അതിലൂടെ അങ്ങോട്ട് പോകും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ ഒരാവശ്യം വരുന്നില്ല, പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് വെച്ചത് ഇതേ ഹൈറ്റ് തന്നെ നമ്മളിത് പൊന്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെറിയൊരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഇവിടെ ഇങ്ങനെ നമ്മൾ വെള്ളം ഇങ്ങോട്ട് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ബാത്റൂമിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ, ഇതൊരു ഡിസൈൻ ചെയ്യുന്ന വീഡിയോ, ഒരു ബഡ്ജറ്റ് എന്ന രീതിയിലല്ല, എന്നാലും ബഡ്ജറ്റ് ഇത് ഒരിക്കലും ആക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മളിതിൽ വാഷ് ബേസിനും ക്ലോസറ്റ് കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാലും പറ്റുന്ന രീതിയിൽ മിറർ കാര്യങ്ങൾ കുറച്ചൊരു ഡിസൈൻ ഐഡിയാസൊക്കെ വെച്ചിട്ട് നമ്മളിതൊന്നൊരു അത്യാവശ്യം ലെവലാക്കി എടുക്കും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പിന്നീടുള്ള വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മുകൾ ഭാഗത്ത് ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും എന്താ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. പിന്നെ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കുറേ കാലമായി. പക്ഷേ 1-2 കാരണങ്ങൾ കൊണ്ട് നമ്മളത് നിർത്തിവെച്ചു. കാരണം ഈ മുകളിലത്തെ പണിയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റെയർ കേസിൽ സിമെൻറ്റ് കൊണ്ട് പണിക്കാർ കയറലും ഇറങ്ങലൊക്കെ ആയിട്ട് കുറേയൊക്കെ അതിൻ്റെ ഒരു കളറൊക്കെ മങ്ങി തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഈ ചെയ്ത കാര്യം ഇതിൻ്റെ താഴത്തുള്ള ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് താഴത്തെ ഒരു വ്യൂ. താഴത്തെ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം. ഇവിടെ നമ്മളൊന്നുകൊണ്ട് സ്കേറ്റിങ് ഫിറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്, അത് നമ്മൾ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യും. ഇവിടെ അതുപോലെ ഈ കല്ലിൻ്റെ ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഇത് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ACC ബ്ലോക്ക് ഉണ്ട്, AEC ബ്ലോക്ക്, സോറി ആയിട്ട് കറക്റ്റ് അറിയില്ല ആ സംഭവം, അത് 4 വെച്ചിട്ട് ജസ്റ്റ് ഒരു തറ പോലെ കെട്ടി. ഇനി എന്താണ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ നിന്ന് അത്യാവശ്യം ഈ ഹൈറ്റിൽ ഒരു മരം വെക്കും. അതായത് നമ്മൾ സ്റ്റെയർ ഇങ്ങനെ ചുറ്റി കയറി ആ മരത്തിനോട് ചുറ്റി കയറിയിട്ടായിരിക്കും മേലോട്ട് കയറുക. അതിന് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൽ ചെറിയ ബബിൾ സ്റ്റോണ് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അടിഭാഗത്ത്. ഇവിടെ ഇതിൽ നമ്മൾ ചെറിയ ചെടികൾ വേറെ വെക്കും ചുറ്റുഭാഗം. ഇവിടെ ചെറിയൊരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ടൈൽസിൻ്റെ ഒരു കാര്യങ്ങളും ഫ്ലോറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പം നിലവിൽ ചെയ്തു വെച്ചിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് കുറച്ച് ഇതിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിട്ടിട്ടില്ല, സിമൻറ്റ് കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് അറിയുന്നുണ്ട്. പക്ഷേ ആ ഭാഗത്തൊന്നും അധികം അങ്ങനെ അറിയുന്നില്ല. ഇവിടെ കണ്ടോ നന്നായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി ഇവിടെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താ ഇങ്ങനെ ഇതിലിപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ്ഡ് ആയിട്ടുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലേതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ അത് പറയാവുന്നതേ ഉള്ളൂ. കമൻസിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ അല്ലെങ്കിൽ അത് ചെയ്യുന്ന വീഡിയോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും